മാഡം, എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ മാപ്പ് പറയുന്നത്. പക്ഷേ എന്റെ മരണം വരെ ഇവൾ എന്റെ ശത്രു തന്നെയായിരിക്കും. സ്വാതിക്ക് മാത്രമല്ല, നീ എനിക്കും ശത്രു തന്നെയാ. സ്വാതി, വാ. ദേ, എല്ലാം ഒരു മയത്തിൽ വേണം. ഡയറക്ടർ ആകെ ചൂടില്ല, അത് മറക്കണ്ട. മറക്കാനോ? ഈ വേദ അങ്ങനെ ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ലെന്ന് ഇവരറിയാൻ പോകുന്നതേയുള്ളൂ. സ്വാതി എന്നും എന്റെ ശത്രു തന്നെയായിരിക്കും. അതെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. നീലിനും സ്വാതിക്കും നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഇവിടെ നടക്കുന്നത് ഒരു ക്ഷമ പറച്ചില്ല. നീലിന് വേണ്ടി അത് പറയുന്നത് സ്വാതിയായിരിക്കും. സ്വാതി, അല്ല, വൈദേഹി എവിടെ? കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചതൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ? ഏട്ടാ, ബാക്കി ഞാൻ പറയാം. ഒരു സ്ത്രീയെ പരസ്യമായി അടിക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്റെ ഭർത്താവ് ഈ സിനിമയിലെ നായിക വൈദേഹിയെ തല്ലി. അതിന് എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാ വൈദേഹിയുടെ ഡിമാൻഡ്. സ്വന്തം ഭർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉണ്ട്. ഇത് അങ്ങനെ ഒരു ത്യാഗമല്ല. ഏട്ടൻ മാത്രമല്ല, ഞാനും വൈദേഹിയോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തീരുമാനിച്ചത്. പക്ഷേ മാപ്പ് പറയുന്നതിന് മുൻപ് എനിക്ക് വൈദേഹിയോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കണം. ഏട്ടാ, താനെന്തിനാ അവളോട് സംസാരിക്കുന്നേ? സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാ. ഒരു മിനിറ്റ്. വാ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മാപ്പ് പറയാം. എന്ത് സംസാരിക്കാൻ? നീ എത്ര യാചിച്ചാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവരുത്, അത് തന്നെയാണ് എന്റെ ആഗ്രഹം. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. വാ, വരാനല്ലേ പറഞ്ഞത്? ഞാൻ അവരോട് പറഞ്ഞതേ വെറുതെ. ഏട്ടൻ അടിച്ചതിനല്ല ഞാനിപ്പോ നിന്നോട് മാപ്പ് പറയാൻ പോകുന്നത്. നിന്നെ ഞാൻ അടിച്ചതിനാ. അതേടി, കഴിഞ്ഞ ദിവസം നിന്റെ കരണക്കുറ്റിക്ക് ഞാൻ അടിച്ച കാര്യം ഞാൻ ഇവരോടൊക്കെ അങ്ങ് തുറന്നു പറയാൻ പോവാ. എല്ലാവരും അറിയട്ടെ, അല്ലേ? ഞാൻ മാപ്പ് പറയും. പക്ഷെ അത് കഴിഞ്ഞ് ദേ അവിടെ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരു പട്ടിക്കുഞ്ഞിന്റെ വില പോലും നിനക്കുണ്ടാവില്ല.
അത് മാത്രല്ല, എന്തിനാ ഞാൻ നിന്നെ അടിച്ചതെന്നും കൂടി ഞാൻ അവരോട് പറയും. പിന്നെ നിനക്ക് അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. നീ ആരാണെന്ന് അവിടെ നിൽക്കുന്ന എല്ലാവരും കൂടിയൊന്ന് അറിയട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവരാരും കാണാതെയാ ഞാൻ നിന്നെ അടിച്ചത്. പക്ഷെ ഇനി ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് നിന്നെ ഞാൻ തല്ലും. നിനക്ക് ഈ സ്വാതി നല്ലതുപോലെ അറിയാലോ. അടിക്കൂന്ന് പറഞ്ഞാ ഞാൻ അടിച്ചിരിക്കും. അപ്പൊ ശരി. തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട നമ്മളത് തിരുത്തണം. കഴിഞ്ഞ ദിവസം ഞാനും വൈദേഹിയോട് ഒരു തെറ്റ് ചെയ്തു. അതെന്താണെന്ന് നിങ്ങളും കൂടി ഒന്ന് അറിയണം. മതി, ഇത്രയും മതി. നീലനെ തല്ലിയതിന് പരസ്യമായി മാപ്പ് പറയാൻ ഇവള് സമ്മതിച്ചല്ലോ. അത് മതി എനിക്ക്. തൽക്കാലത്തേക്ക് ഞാൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോ ഞാൻ മാപ്പ് പറയണ്ടേ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ബോബിച്ച, നമുക്ക് തുടങ്ങാം. മതി, കൊച്ചങ്ങനെ തീരുമാനിച്ചാ അങ്ങനെ തന്നെ മതി. എന്നാ പിന്നെ എല്ലാരും അവരവരുടെ ജോലി നോക്കിക്കോ. വാ സ്വാതി, വാ. രണ്ടുപേരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഷൂട്ടിംഗ് തീരുന്നതുവരെ ഇനി നിങ്ങൾ തമ്മിലുള്ള ശത്രുത ലൊക്കേഷനിൽ കാണരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി സർ. തനിക്കോ? സാറ് പറഞ്ഞ ഞാൻ അനുസരിക്കും. ആ, എന്നാ പിന്നെ വേറെ റെഡിയായി വാ. ഞാൻ റെഡിയാണ് സർ. ആ, എന്നാ നീ റെഡി ആയിട്ട് വാ. നീ എന്താ പറഞ്ഞു വരുന്നത്? മുടക്കണം. എന്ത്? സ്വാതി എടുത്തിയുടെ പൂജ എനിക്ക് മുടക്കണം. ഈ വീട്ടിൽ ആദ്യം കുഞ്ഞുണ്ടാവുന്നത് നമ്മളിൽ ആർക്കെങ്കിലും മതി. സ്വാതി എടുത്തിയുടെ പൂജയ്ക്ക് മുടക്കം വന്ന ഉദ്ദേശിച്ച ബലം അവർക്ക് കിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ അതെങ്ങനെ? 7 ദിവസം കഴിഞ്ഞ് സിദ്ധൻ ഇവിടെ വന്നല്ലേ പൂജ നടത്തുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് മുടക്കിയേ പറ്റൂ. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ആലോചിക്കുന്നതേ അവളുടെ പൂജ ഭംഗിയായിട്ട് നടത്തണമെന്നായിരിക്കും. നമ്മൾ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നേ അവർക്ക് സംശയവും കാണും. പണ്ടൊരിക്കലേ ഈ സ്വാതിയുടെ പ്രഗ്നൻസി അബദ്ധത്തിൽ അബോട്ടായി പോയതാ. അതുകൊണ്ട് എല്ലാവരും അവളെ മാത്രമേ ശ്രദ്ധിക്കൂ. അത് ഓർത്തു വേണം നമ്മൾ കളിക്കാൻ. ഞാനീ കളിക്കുന്നതേ എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഗൗരിയച്ചി കൂടി വേണ്ടിയാ. എന്റെ കുഞ്ഞ് രണ്ടാമത് ജനിച്ചാലും മതി. പക്ഷെ ആദ്യം ജനിക്കുന്ന കുഞ്ഞ് ആനക്കുട്ടിയുടേതാവരുത്. നീ നോക്കിക്കോ, എന്ത് വില കൊടുത്തും അവള് ചെയ്യുന്ന പൂജ ഞാൻ കലക്കും. മകൻ നക്ഷത്രത്തിലെ ദേവീ ചൈതന്യമുള്ള ആ കുഞ്ഞിനെ ഈ ഞാൻ ജന്മം നൽകും. നീ എന്റെ കൂടെ നിന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം.
ഞാൻ എപ്പോഴും കൂടെയില്ലേ, പിന്നെന്താ? എന്നാ പിന്നെ ഞാൻ പോയി പുതിയ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഗൗരീച്ച് ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവിടെ ഇരുന്ന് ഞാനും ആലോചിക്കാം. ശരി. എടി, ആ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മക നക്ഷത്രത്തിലുള്ള കുഞ്ഞ് എന്റെ വയറ്റിൽ ജനിക്കും. ആനക്കുട്ടിയുടെ പൂജ ഗൗരിയേച്ചി മുടക്കും. ഗൗരിയേച്ചിയുടെ പൂജ ഈ ഞാനും മുടക്കും. നോക്കിക്കോ. ഗെറ്റ് റെഡി. റെഡി സർ. ആക്ഷൻ. ജീവിതത്തിൽ ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. എന്നെക്കുറിച്ചുള്ള ജയേട്ടന്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റായിരുന്നു ജയേട്ട. ചതിക്കപ്പെട്ടത് ഞാനാണ്. നിങ്ങളുടെ ഭാര്യയാകാൻ കൊതിച്ച് കാത്തിരുന്ന എനിക്ക് മറ്റൊരാളുടെ ഭാര്യയാകേണ്ടി വന്നു. എന്തിനാ ജയേട്ട എന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തത്? സംഭവിച്ചു പോയി. എല്ലാം എന്റെ തെറ്റാ. നിന്നെ നഷ്ടപ്പെടുത്തിയത് വലിയൊരു തെറ്റായിരുന്നു എന്ന് ഞാനിപ്പോ തിരിച്ചറിയുക. ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു. എന്റെ ചേട്ടൻ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. ഈ ജീവിതം അവസാനിപ്പിക്കും മുമ്പ് ഒന്ന് കാണണം, സംഭവിച്ചതെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചല്ലോ. എനിക്കത് മതി. അഞ്ജലി, ചേട്ടാ, നിന്നെ മറക്കാൻ എനിക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ചേട്ടാ, ഇത് കഴിഞ്ഞിങ്ങ് വാ, കാണിച്ചു തരാം ഞാൻ. ഗുഡ്, നന്നായിരുന്നു. ഈ ഇന്റിമസി വേണം ഇനി അങ്ങോട്ടുള്ള എല്ലാ സീനുകളിലും. കഥയിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്ത് മാറ്റമാണ് സർ? ജയന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അഞ്ജലി ആയിരിക്കും. നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിരിക്കും ആ കുഞ്ഞിന്റെ ജനനം. വെരി ഗുഡ് സർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. ബ്രേക്ക്. സ്വാതി, വേണ്ട. എന്തൊരു അഭിനയമായിരുന്നു. ഇത്ര കിഴുകി ചേർന്ന് അഭിനയിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇനിയുണ്ടോ ഇങ്ങനത്തെ രംഗങ്ങള്? സ്വാതി, അത് അഭിനയമല്ലേ സ്വാതി? ഒന്നും വേണ്ടായിരുന്നു. സ്വാതി, നീൽ, എന്താ സ്വാതി പിണങ്ങിപ്പോയോ? നീൽ, ഒരു മിനിറ്റ്. നമ്മുടെ കഥയിലെ പുതിയ ട്വിസ്റ്റ് കൊള്ളാം അല്ലേ? ഞാൻ എപ്പോഴേ തയ്യാറാ. എന്തിന്? നീലിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ. കഥയിലല്ല, യഥാർത്ഥ ജീവിതത്തില്. നമുക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാവണമെന്നായിരുന്നു നീലിന്റെ ആഗ്രഹം അല്ലേ? ഇന്നലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതും അത് തന്നെയായിരുന്നില്ലേ? ജനിക്കുന്നത് ആൺകുഞ്ഞ് തന്നെ ആയിരിക്കണമെന്ന്. അതേടി, എനിക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് സ്വാതി ആയിരിക്കും. അത് കൊള്ളാം. നീലിന് ഉറപ്പുണ്ടോ സ്വാതി പ്രസവിക്കുമെന്ന്?
സ്വന്തം ഗർഭപാത്രത്തിന് എന്ത് സംഭവിച്ചുവെന്ന് സ്വാതിക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ നീൽ? നീൽ, നിങ്ങൾ ഇനി എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ സ്വാതിക്ക് ഈ ജന്മം കഴിയില്ല. പക്ഷേ എനിക്ക് കഴിയും. കാരണം ഒരിക്കൽ നമ്മളത് ആഗ്രഹിച്ചിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ അവനിടാനുള്ള പേരും നമ്മൾ തീരുമാനിച്ചിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല നീ. നീ എനിക്കിപ്പോ എന്റെ അമ്മയുടെ കൊലപാതകി മാത്രമാ. എന്റെ മനസ്സിലിപ്പോ എന്റെ സ്വാതി മാത്രമേ ഉള്ളൂ. 7 ജന്മത്തിനപ്പുറം പോലും നിന്നെ സ്നേഹിച്ചിരുന്നതായി ഞാനിപ്പോ ഓർക്കുന്നില്ല. നീലിൽ എന്റെ മുന്നിൽ ഇതും പറഞ്ഞുകൊണ്ട് നീ വരരുത്, മനസ്സിലായോ? വരും നീൽ. 7 ജന്മത്തിനപ്പുറമല്ല, ഈ ജന്മത്തിൽ തന്നെയാ നീ എന്നെ സ്നേഹിച്ചത്. നീ എന്നിലേക്ക് തന്നെ മടങ്ങി വരും. വരുത്തും ഞാൻ. സ്വാതി, താൻ എന്നോട് പിണങ്ങിയോ? ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടോ? എനിക്ക് ഒന്ന് പുറത്തു പോണം. എവിടെ? അത് ഞാൻ തിരിച്ചു വരുമ്പോ പറയാം. പക്ഷെ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. അത് പറ്റില്ല. താൻ എവിടെ പോകുന്നെങ്കിലും അതെന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി. ഏട്ടാ, ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെത്താം. അതൊക്കെ ശരി, സമ്മതിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്വാതിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി സ്വാതി, നീ എവിടെ പോകുന്നു അതെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. ഏട്ടാ പ്ലീസ്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ ഇനി ഒരിടത്തേക്കും പോണ്ട. ഞാൻ പറയാം. ഏട്ടാ, ആ കുട്ടികളില്ലേ നിളയും കാവേരിയും, അവര് താമസിക്കുന്നത് ഇവിടെ അടുത്താ. അവരിപ്പോ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായി ഞാൻ അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഏട്ടാ പ്ലീസ്, ഞാൻ വേഗം തിരിച്ചു വരാം. എടോ, അതാണോ കാര്യം? എങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കും ആ കുട്ടികളൊന്ന് കാണാമല്ലോ. അതേട്ടാ, പിന്നെ ഒരിക്കലാവാം. എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാനിപ്പോ വരാം. സ്വാതി, ഏട്ടാ, ഞാൻ ഷൂട്ട് തീരുന്നതിന് മുമ്പ് വരാം ഏട്ടാ. അല്ല നീലേ, സ്വാതി എവിടെ? സ്വാതി ഒന്ന് വീട്ടിലേക്ക് പോയിരിക്കുക. ഉടനെ തന്നെ തിരിച്ചു വരും. ഒരു അത്യാവശ്യമുണ്ട്. അതോ ഇനി എന്റെ കൂടെ നീല അഭിനയിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പിണങ്ങിപ്പോയതാണോ? ആണോ നീൽ? ഏയ് അല്ല സർ. സർ, കഥയിൽ ഞങ്ങൾക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയോ? ആൺകുട്ടി. എന്താ ഇനി അത് പെൺകുട്ടിയാക്കണോ? വേണ്ട സർ, ആൺകുട്ടി മതി. നീലിനും അത് തന്നെയാ ഇഷ്ടം. അല്ല, എന്താ പറഞ്ഞത്? അല്ല സർ, ആ കുട്ടിക്ക് പേരിടുന്നത് എന്തായിരിക്കും? അല്ല, അത് തീരുമാനിച്ചിട്ടില്ല. വൈഷ്ണവെന്ന് പേരിട്ടാലോ സർ? വൈഷ്ണവ്, നല്ല ഉഗ്രം പേര്. നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അല്ല, അത് സർ. അപ്പൊ അതങ്ങ് ഫിക്സ് ചെയ്തു. ഇനി മാറ്റമില്ല. ഓക്കെ, മുകളിലേക്ക് വന്നോളൂ.
സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് ജയേട്ടന്റെ പെണ്ണായി മാത്രം ജനിച്ചാൽ മതി. ചുറ്റിനു നിന്ന് ഒരുപാട് പേര് താൻ തെറ്റുകാരിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു പോയി. അനുഭവിച്ചത് മുഴുവൻ ഞാനല്ലേ? ഉറക്കം വരാതെ ജയിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഞാൻ എത്ര വട്ടം വിചാരിച്ചിട്ടുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന്. വെരി ഗുഡ്. നിന്നെ രക്ഷിക്കാൻ കടമപ്പെട്ടവൻ ഞാനായിരുന്നു. ആ ഞാൻ തന്നെ നിന്നെ ഉപേക്ഷിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നിന്നെ സങ്കടപ്പെടുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം, ഈ ജന്മം മുഴുവനും. എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കണം, അമ്മയാവണം. പച്ച ജീവനോടെ എന്നെ കത്തിച്ചു കൊല്ലാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. അതിന് ചേട്ടൻ എന്നെ സഹായിക്കില്ലേ?